ഭയങ്കര ഹൈപ്പോട് കൂടിയിട്ട് പുതിയൊരു ഇയർബഡ് വരാൻ പോവുകയാണ്. ഈ ഒരു പോസ്റ്റ് നിങ്ങൾ 3 ആഴ്ച മുന്നേ നമ്മുടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിലും ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതാണ് പ്രോഡക്റ്റ് എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നോയ്സിന്റെ ബഡ്സ് VS104നെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വരുന്ന 14 ഉച്ചയ്ക്ക് 12 മണിക്ക് ആമസോണിൽ ഫസ്റ്റ് സെയിലിനെത്താൻ പോവുകയാണ് ഈ ഒരു നോയ്സിന്റെ ബഡ്സ് VS104 എന്ന് പറയുന്നത്. ഇതിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വില തന്നെയാണ്. 999 രൂപ മാത്രമാണ്. കൂടാതെ പീട്രോന്റെ ഉടായ്പെന്ന് പോലെയല്ല, ഇതിനകത്ത് 104 മിനിറ്റിൽ ആദ്യത്തെ 104 മിനിറ്റിനുള്ളിൽ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ 104 രൂപ കൂടി നമുക്ക് റിഡക്ഷൻ ആയിട്ട് കിട്ടും. അതായത് വെറും 895 രൂപയ്ക്ക് നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് പീട്രോന്റെ ആ ഒരു 99 രൂപ ഉടായ്പല്ല ഇവിടെ നമുക്ക് വരുന്നത്. ഉറപ്പായിട്ടും അത് വേണമെങ്കിൽ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് 895 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കും ആദ്യത്തെ ആ ഒരു 104 മിനിറ്റിനുള്ളിൽ തന്നെ. എന്തായാലും അത്യാവശ്യം നല്ല ഡിസൈൻ ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഒരു മാറ്റ് ഫിനിഷ്ഡ് ആണെന്ന് ഒരു ഒറ്റ ലുക്കിൽ ആ ഒരു ഫോട്ടോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് അത് ഗ്ലോസി ആണോ മാറ്റ് ആണോ എന്നൊക്കെ തന്നെ അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ഫ്രണ്ടിൽ നോയ്സിന്റെ ലോഗോയും അതുപോലെ തന്നെ 4 LED ഇൻഡിക്കേറ്ററും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അത് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ അവേഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് റെഡി ഇൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ ചാർജ് ടെക്നോളജി. വേറൊന്നുമല്ല, ഇതിനകത്ത് ടൈപ്പ് സി ചാർജർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 1 മൂവി പ്ലേ ടൈം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ വേറെ എവിടെ വായിച്ചു 2.5 hours ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു മൂവി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു 2.5 hours അല്ല. ഇനി എല്ലാ മൂവികളും എടുക്കുമ്പോഴത്തേക്കും ഒരു ആവറേജ് 2.5 hours ആണെന്ന് അറിയത്തില്ല. എന്തായാലും 1 മണിക്കൂറുള്ള മൂവിയുണ്ട്, 1.5 മണിക്കൂറുള്ള മൂവിയുണ്ട്. ഇപ്പോൾ പല മൂവികളും മലയാളം തമിഴും ഒക്കെ തന്നെ 3 മണിക്കൂറൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2.5 hours അല്ലെങ്കിൽ ഈ ഒരു 1 മൂവി പ്ലേ ടൈം എന്ന് എഴുതിക്കുന്ന ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയത്തുള്ളൂ. മര്യാദയ്ക്ക് 2.5 hours എന്ന് എഴുതിയാൽ പോലെ. കൂടാതെ ബിൽ ഫോർ യുവർ ലോങ്സ്റ്റ് പ്ലേലിസ്റ്റ് 30 hours ആണ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം. അപ് ടു 30 hours. അത് നമ്മൾ ചിലപ്പോൾ മേ ബി ഒരു 50% അല്ലെങ്കിൽ 70% കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ പ്ലേ ടൈം നമുക്ക് ലഭ്യമാകത്തുള്ളൂ. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ആണെന്നും അതുപോലെ തന്നെ എത്ര മണിക്കൂർ അത് ചാർജ് ചെയ്യാൻ വേണ്ടി തന്നെ എവിടെയും തന്നെ റിവീൽ ചെയ്തിട്ടില്ല. ഇയർബഡുകൾ കാണുമ്പോഴത്തേക്കുണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതിലും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ആ ബാക്കിൽ ആ ഒരു ഏറ്റവും മുകളിൽ ആ സ്റ്റെമിൻ്റെ ഭാഗത്ത് കാണുന്നതാണ് ടച്ച് കൺട്രോൾ. നമുക്ക് ഇതിൽ തന്നെ ഫോട്ടോയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നോയ്സിൻ്റെ ലോഗോയും അതുപോലെ തന്നെ മൈക്കും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. സൗണ്ട് ദാറ്റ് ഹിറ്റ്സ് ദ റൈറ്റ് നോട്ട്. 13mm സ്പീക്കർ ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഇയർബഡുകളിലൂടെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇയർബഡ് അത്യാവശ്യം ഒത്തിരി വലുതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൂടാതെ ട്രൂ ബേസ് ടെക്നോളജി ഇതിനകത്തുണ്ട്. നോയ്സിന്റെ പല പ്രോഡക്റ്റുകളിലും എല്ലാ പ്രോഡക്റ്റുകളും ഈ ഒരു ട്രൂ ബേസ് ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതൊരിക്കലും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു ബേസ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു നോയ്സിന്റെ പ്രോഡക്റ്റുകളിൽ നിന്നും. ഈ ഒരു VS104 നിന്ന് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ അൺബോക്സിംഗ് ആൻഡ് ഓവർ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ബട്ട്സ് ദാറ്റ് സിങ്ക് ഇൻസ്റ്റന്റ്ലി ഹൈപ്പർ സിങ്ക് ടെക്നോളജി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത് നമ്മൾ കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേരിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആകുന്നതാണ്. ബോട്ടിലൊക്കെ കാണാൻ സാധിക്കുന്ന ആ ഒരു ഹൈപ്പർ സിങ്ക് ആ ഒരു ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജിയാണ് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഹൈപ്പർ സിങ്ക് ടെക്നോളജി ആയിട്ട് മാറിയിരിക്കുന്നത്. സൗണ്ട് സീംലെസ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് ഞാനിപ്പോൾ കാണുന്നത് ആകെ ഒരു IP റേറ്റിംഗ് ആണ്. അതിനി ഇവിടെ അവർ മെൻഷൻ ചെയ്യാത്തതാണോ സാധനം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും അതൊരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ എന്നിങ്ങനെ 4 കളേഴ്സിലാണ് നമുക്കത് ലഭ്യമാകുക. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിലൊന്നും വേറെ ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളർ. എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കമ്പനി ഇതുവരെ റിവീൽ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ജൂൺ 14 ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്കറിയാം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും. അതുപോലെ തന്നെ ഉറപ്പായിട്ടും ആ ഒരു പ്രോഡക്റ്റ് അന്ന് വാങ്ങിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലുള്ളിൽ നമ്മുടെ ചാനലിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ഉണ്ടാവും. അതുകൂടി കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. 999 രൂപയ്ക്ക് നമ്മളത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ആ ഒരു 895 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വർത്ത് ബൈങ് ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ IP റേറ്റിംഗും അതുപോലെ തന്നെ ഗെയിം മോഡും ഒന്നും തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ 14 മെൻഷൻ ചെയ്യുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ണുമുടി വാങ്ങിച്ചോളൂ. 999 രൂപയ്ക്ക് ഇത് വർത്താണ്. പിന്നെ വീണ്ടും പറയുന്നത് മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, ലേറ്റൻസി ഒക്കെ തന്നെ നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് കൂടുതൽ ചോദിക്കുന്നതാണ് എന്താ പറയുക, ഇന്ന് ഇത് പ്രോഡക്റ്റ് ലോഞ്ച് ആവാൻ പോവുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് സെയിലിന് വാങ്ങിക്കണം ബ്രോ എന്ന് പറയൂ, സാധനം കൊള്ളാവോ ഇല്ലെന്നുള്ളത്.
എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റൊരാളെ ആരൊക്കെ സംബന്ധിച്ചിടത്തോളം സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് പറയാൻ പറ്റും ആ സ്പെക് വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വർത്താണുള്ളത്. എന്നാൽ അതിൻ്റെ മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, ലേറ്റൻസി ഇതൊക്കെ തന്നെ നമുക്ക് ഉറപ്പായിട്ടും കൈ കിട്ടിക്കഴിഞ്ഞാലേ കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൂടുതൽ ഈ പുതിയ പ്രോഡക്റ്റുകൾ, ലോഞ്ച് ആകാതിരിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് അങ്ങോട്ട് കൂടുതൽ നിങ്ങളത് ഉറപ്പായിട്ടും വാങ്ങിക്കൂ എന്നങ്ങോട്ട് പറയാത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമുക്ക് റിവ്യൂ യൂണിറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ഒരു ലോഞ്ച് ആകുന്ന ദിവസം തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റും, നിങ്ങൾക്കത് വാങ്ങിക്കാനും പറ്റുന്നതാണ്. അതിനൊക്കെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.